അമേരിക്കയുടെ ആകാശയുദ്ധ തന്ത്രത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിനാണിപ്പോൾ അരങ്ങ് ഒരുങ്ങുന്നത്. ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ബോംബറുകളും നേരിടാൻ സ്വന്തം പൈലറ്റുമാരെയും വില കൂടിയ വിമാനങ്ങളെയും അപകടത്തിൽ ആക്കുന്നതിന് പകരം അവയുടെ കഴിവുകൾ കൃത്യമായി അനുകരിക്കുന്ന ചെലവ് കുറഞ്ഞ ആകാശ ലക്ഷ്യങ്ങളെയാണ് പെന്റഗൺ ആശ്രയിക്കുന്നത്. പക്ഷേ ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ സ്വന്തം പൈലറ്റുമാരും യുദ്ധവിമാനങ്ങളും തകർന്നടിയുമെന്ന തിരിച്ചറിവാണ് അമേരിക്കയെ ഈ പുതിയ നീക്കത്തിന് നിർബന്ധിതർ ആക്കിയത്. വാണിജ്യ ഡ്രോണുകൾ, ആധുനിക ഫൈറ്ററുകൾ, തന്ത്രപ്രധാന ബോംബറുകൾ എന്നിവയുടെ വേഗതയും റഡാർ സിഗ്നേച്ചറുകളും അതുപോലെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ചെലവ് കുറഞ്ഞ ആകാശ ലക്ഷ്യങ്ങൾ നിർമ്മിക്കാനാണ് പെന്റഗൺ ലക്ഷ്യമിടുന്നത്. യുദ്ധകളത്തിൽ സ്വന്തം സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ മറച്ചുവെക്കാനുള്ള അമേരിക്കയുടെ ദാരുണമായ ശ്രമമാണിത്. ശത്രുക്കളുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാൻ തക്ക ശേഷി നിലവിലെ അമേരിക്കൻ ആയുധങ്ങൾക്കില്ലെന്ന സത്യം ഈ ആവശ്യകതയിലൂടെ പുറത്തുവരുന്നു. നിർദ്ദിഷ്ട ടാർഗറ്റ് ഡ്രോണുകൾ 40,000 അടി ഉയരത്തിൽ മാക് 1.6 വേഗതയിൽ പറക്കാനും കഠിനമായ വ്യോമാഭ്യാസങ്ങൾ നടത്താനും കഴിയുന്നവ ആയിരിക്കണം. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്കിനി റഷ്യയുടെയും ചൈനയുടെയും ആധുനിക റഡാറുകളെ വെട്ടിച്ച് മുന്നേറാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് കുറഞ്ഞ റഡാർ പ്രൊഫൈലുള്ള ഇത്തരം ഡ്രോണുകളിലേക്ക് മാറാൻ കാരണം. മുൻകാലങ്ങളിൽ ശത്രുക്കളുടെ വളർച്ചയെ നിസ്സാരമായി കണ്ട അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലാണ്. മിനി ഡ്രോണുകൾ മുതൽ C-130 വലിപ്പമുള്ള വലിയ വിമാനങ്ങൾ വരെ അനുകരിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കാൻ വാണിജ്യ പാരമ്പര്യേതര പ്രതിരോധ കമ്പനികളുടെ സഹായം തേടാൻ വ്യോമസേന നിർബന്ധിതരായിരിക്കുന്നു. ഭീമമായ പ്രതിരോധ ബഡ്ജറ്റ് കൈവശമുണ്ടായിട്ടും ചെലവ് കുറഞ്ഞ ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകൾക്കായി അമേരിക്ക കൈനീട്ടുന്നത് അവരുടെ സാമ്പത്തിക തകർച്ചയുടെ സൂചനയാണ്. വലിയ തന്ത്രപ്രധാന ബോംബറുകളുടെയും E-3 സെൻട്രി പോലുള്ള അവാക്സ് വിമാനങ്ങളുടെയും വലിപ്പവും ഇൻഫ്രാറെഡ് തപ്പിയ സവിശേഷതകളും പകർപ്പവകാശത്തോടെ പുനർനിർമ്മിക്കുക എന്നത് അമേരിക്കയ്ക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ശത്രുക്കളുടെ ദൂരപരിധിയുള്ള മിസൈലുകൾക്ക് മുന്നിൽ ഇത്തരം ഭീമൻ കമാൻഡ് വിമാനങ്ങൾ എളുപ്പത്തിൽ ഇരയാകുമെന്ന് അമേരിക്കൻ സൈനിക ഗവേഷകർ ഭയപ്പെടുന്നു. തങ്ങളുടെ നിരീക്ഷണ വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ടാർഗറ്റ് ഡ്രോണുകളുടെ സഹായം വേണം. ചെറിയ ഗ്രൂപ്പ് 1-2 ഡ്രോണുകൾ മുതൽ 50,000 അടി ഉയരത്തിൽ പറക്കുന്ന ഗ്രൂപ്പ് 5 ഡ്രോണുകൾ വരെയുള്ള മുഴുവൻ നിരയും അനുകരിക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നു. റഷ്യയും ഇറാനും നടത്തുന്ന കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ വിറച്ചുപോയ അമേരിക്ക അത്തരം ഭീഷണികൾ നേരിടാൻ സ്വന്തം സൈന്യത്തിന് പരിശീലനം നൽകാൻ വഴിയില്ലാതെ വലയുകയാണ്. 150 നോട്ടിൽ താഴെ വേഗതയുള്ള ചെറിയ ഡ്രോണുകൾ മുതൽ സൂപ്പർസോണിക് വേഗതയുള്ള ലക്ഷ്യങ്ങൾ വരെ നിർമ്മിക്കേണ്ടി വരുന്നത് അമേരിക്കൻ പ്രതിരോധ വിപണിയുടെ പരാജയമാണ്. 2007 മുതൽ അമേരിക്ക ഉപയോഗിക്കുന്ന BQM-167A ഡ്രോണുകൾ ഇന്നത്തെ 5ാം തലമുറ സ്റ്റെൽത്ത് ഭീഷണികൾക്ക് മുന്നിൽ തികച്ചും കാലഹരണപ്പെട്ടതാണ്. റഷ്യയുടെ സുഖോയി 57 അല്ലെങ്കിൽ ചൈനയുടെ J-20 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സവിശേഷതകൾ അനുകരിക്കാൻ ഈ പഴയ സബ്സ്കെയിൽ ഡ്രോണുകൾക്ക് സാധിക്കുന്നില്ല. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയിൽ പിടിച്ചു തൂങ്ങിയ അമേരിക്കൻ വ്യോമസേനയ്ക്ക് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നതിന് തെളിവാണിത്. 2ാം നിര പ്രതിരോധത്തിനായി വിരമിച്ച F-16 വിമാനങ്ങൾ പരിവർത്തനം ചെയ്ത് നിർമ്മിച്ച് QF-16 ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അത് പെന്റഗണിന് കനത്ത സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. 5ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ പകർത്താൻ 4ാം തലമുറ വിമാനങ്ങൾക്ക് കഴിയില്ലെന്ന ഇരട്ട തിരിച്ചടിയും അമേരിക്ക നേരിടുന്നു. തങ്ങളുടെ വൻകിട യുദ്ധവിമാനങ്ങൾ പരീക്ഷണങ്ങളിൽ നശിപ്പിക്കുന്നത് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നതിനാൽ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾക്കായി അവർ അലയുകയാണ്. ചുരുക്കത്തിൽ അത്യാധുനിക സെൻസറുകളെയും ആയുധങ്ങളെയും വെല്ലുവിളിക്കാൻ തക്കവിധം യാഥാർത്ഥ്യ ബോധമുള്ളതും എന്നാൽ പരീക്ഷണ സമയത്ത് തകർന്നാൽ സാമ്പത്തികമായി ബാധിക്കാത്തതുമായ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള അമേരിക്കയുടെ ശ്രമം അവരുടെ ഭയത്തിന്റെ പ്രതിഫലനമാണ്. ലോകമെമ്പാടും സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം സ്വന്തം സുരക്ഷയ്ക്കായി ഇത്തരം ആകാശ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ആഗോള ആയുധ മത്സരത്തിൽ അമേരിക്കൻ വിദേശ നയം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വന്തം ആകാശ അതിർത്തികൾ പോലും സംരക്ഷിക്കാൻ ശത്രുക്കളുടെ അടവുകൾ അനുകരിക്കേണ്ടി വരുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ഈ ദയനീയ അവസ്ഥ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്.